പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവയ്ക്കടുത്ത് ചൂണ്ടിയിൽ എലോറ ഹോംസ് എന്ന് പറഞ്ഞൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. വലിയൊരു വില്ല പ്രോജക്റ്റിലാണ്. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതിലേക്ക് പോകുന്ന വഴികൾ തന്നെയാണ്. മെയിൻ റോഡിൽ നിന്നും കടന്നു വരുന്നത് 5 മീറ്റർ കൂടുതലുള്ള വൈഡ് റോഡ് തന്നെയാണ്. അപ്പോൾ മനോഹരമായിട്ട് ഒരേ എലിവേഷനിലാണ് വില്ലകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കളമശ്ശേരിയിലേക്ക് പോകാം, മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം, എയർപോർട്ടിലേക്കും പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഏകദേശം 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. 4 സെൻറ്റ് 800 ലെങ്സ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ നേരെ അകത്തേക്ക് വരികയാണ്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 പില്ലറിൽ ലാമ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ കോമ്പൗണ്ടിനകത്ത് വരികയാണ്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. അത് കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡുമാണ്. നോർത്ത് സൈഡിൽ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് പവർ പോയിന്റും വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വാഹനം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഒരു വലിയ വാഹനം കടന്നു വീഴുന്ന രീതിയിൽ സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. കയറി വരുന്ന ഭാഗത്തായിട്ട് ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡോറിലേക്ക് വരാം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡോറാണ്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നോർത്തിലേക്കാണ് വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വരുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. ഈ ഡോറിൻ്റെ ലോക്കിനെ കുറിച്ചൊന്ന് കാണേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ഡോറ് 2 പീസായിട്ട് ലോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയായിട്ട് നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ലോക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഗോദ്രേജിൻ്റെ ലോക്കുമാണ് വന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ TV ആണെങ്കിലും ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങൾ ഫുള്ള് മാറ്റ് ലാമിനേഷനാണ് വന്നുള്ളത്. അതായത് ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് അതിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. അതിലേക്ക് പോകുന്ന സെപ്പറേഷനാണ് ഈ കാണുന്നത്. ഭംഗിയായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. മൈക്ക ലാമിനേഷനാണ്. നല്ലൊരു CNC കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോവുകയാണ്. ഡൈനിങ്ങും ലിവിങ്ങും തീർത്തും സെപ്പറേറ്റഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു 8 ചെയറിൻ്റെയോ അത്ര വലിയ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഈസി ആയിട്ട് വീഴും. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റഡ്. നോർത്ത് സൈഡ് 3 പാളി ജനൽ, DB യൂണിറ്റ് ആണ് വന്നുള്ളത്. 3 ഫേസ് ലൈൻ വരുന്നുണ്ട്. ലെഗ് ലാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കൗണ്ടറിലേക്ക് വരികയാണ്. ഇവിടെയായിട്ട് വലിയൊരു കോക്കറി ഷെൽഫാണ് കൊടുത്തുള്ളത്. അത് ഗ്ലാസ് പാർട്ടീഷനായി കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഒരു ചെറിയൊരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കിച്ചൻ്റെ മേലെ ഭംഗിയായിട്ട് CNC കട്ടിങ്ങിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ കിച്ചണിലേക്ക് വന്നു. നല്ല വലിപ്പമുള്ളൊരു കിച്ചനാണ് വന്നുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. വശങ്ങൾ പൂർണ്ണമായിട്ടും ടൈൽ തന്നെയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡിൻ്റെ പാറ്റേൺ എടുത്തു പറയേണ്ടതാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹാൻഡിലൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു കളർ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത് നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഇതിന് അടുക്കള വന്നുള്ളത്. അപ്പോൾ നമുക്ക് നോർത്തിലേക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോപ്പും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. വലിയൊരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക്, അതായത് നമ്മുടെ കിച്ചൺ ഔട്ട് സൈഡിലേക്ക് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. 2 വശങ്ങളും ഡോർ ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല രീതിയിലൊരു വർക്ക് ഏരിയയും കൂടി വരുന്നുണ്ട്. അവിടെയായിട്ടൊരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. അപ്പം നല്ല വിശാലമായുള്ളൊരു കിച്ചനും ഒരു വർക്ക് ഏരിയയും എടുക്കാനുള്ള സ്പേസും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ്
ഇവിടെ നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തുള്ളത്. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. വലിയ മിറർ വന്നിട്ടുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെയാണ് സെറയുടെ വാഷ് ബേസും കൊടുത്തിട്ടുള്ളത്. താഴെ 2 സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിന് അടിയിലേക്ക് വരാം. ധാരാളം സ്പേസ് നമുക്ക് ഇവിടെയും ഉണ്ട്. അത് സ്റ്റെയറിനടി കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് സ്റ്റെയറിനടിയിൽ അവൈലബിൾ ആണ്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. അത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നല്ല വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും സൗത്ത് വെസ്റ്റ് കോർണറിൽ. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ മിറർ വരുന്നുണ്ട്. ഹെഡ് പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ തെക്കോട്ട് വെക്കാവുന്ന രീതിയിൽ, അതായത് സൗത്ത് സൈഡിലേക്ക് വെക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പവർ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ബെഡ് സ്വിച്ചൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും കിട്ടിയിട്ടുണ്ട്. കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്, മിറർ, ലൈറ്റ്, ഡയവേറ്ററാണ് വന്നിട്ടുള്ളത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ടെലിഫോൺ ഷവർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വന്നിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. മാത്രമല്ല മേലെ നിന്ന് എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ടവൽ റാഡൊക്കെ വെറ്റ് ഡ്രൈ ടവല് വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറിലേക്ക് വരാം. നല്ലൊരു ഫൈബർ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നമുക്ക്. താഴെ ഇതിന് 2 ബെഡ്റൂമുകളാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 11 അടി നീളം വരുന്നുണ്ട്. 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഭംഗിയായിട്ട് ഇവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ മിറർ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ബാത്റൂമിലേക്ക് വരണം. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൗണ്ടറിൽ തന്നെയാണ്. ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസിനാണ് വന്നുള്ളത്. മിറർ, ലൈറ്റ്, ജാഗ്വാറിൻ്റെ ഒരു ഡൈവേറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. മാത്രമല്ല സോപ്പ് ട്രേയും ടവൽ റാഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാറ്റ് ടൈലാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രിപ്പുള്ളൊരു ലെപ്പുത്ര എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വിത്ത് ടഫൻഡ് ഗ്ലാസ്. ഈ കാണുന്നത് സൗത്ത് സൈഡിലുള്ള ഭിത്തിയാണ്. ഇതിന് വലിയൊരു ജനൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ല ജനൽ കൊടുത്തിട്ടുണ്ട്. ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുകയും ചെയ്യും. കയറി പോകുന്ന ഭാഗത്തെല്ലാം ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഫാൻസി ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ടി യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മേലത്തെ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ലെഗ്രാൻഡിൽ തന്നെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂം സെയിം പൊസിഷനിൽ തന്നെയാണ്. അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 14 അടിയോളം നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ACയുടെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ കബോർഡാണ് ഇവിടെയും വന്നുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാം. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്, ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇതെല്ലാം സിറയുടെ ഫിറ്റിംഗ്സ് ആണ്. ജാഗ്വാറിൻ്റെ ഡൈവേറ്റർ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സോപ്പ് ട്രെയും ടവൽ പാഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂമിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലും 2 മാസ്റ്റർ ബെഡ്റൂമിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലും താഴത്തെ ടൈലിന് കളർ ഡിഫറൻസ് ഉണ്ട്. അതൊരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനും. ഇവിടെ വന്നിരിക്കുന്നത് വെട്രിഫൈഡ് വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലും വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 11 അടി നീളവും 10 അടി വീതിയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും വരുന്നുണ്ട്.
വലിയ കബോർഡുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും മിററും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, ഡൈവേർട്ടർ വരുന്നുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ടവൽ റാഡും അതുപോലെ തന്നെ സോപ്പ് ട്രേയും അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെയായിട്ട് പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, വേസ്റ്റ് ലൈൻ, അവിടെയും പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം, ഇവിടെ അയൺ ടേബിൾ ഇടാം. ഇത് ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലക്കി വിരിച്ചിടാൻ വേറൊരു സ്ഥലം നോക്കേണ്ട ആവശ്യമില്ല. ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗമാണിത്. സ്ക്വയർ ടേബിളിൽ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിലും വരുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് മേലേക്ക് കയറാം. മേലെ വിശാലമായിട്ടൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഓഫീസ് റൂം സ്പേസിലേക്ക് പോവാം. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ആക്കാം, അതല്ലെങ്കിൽ പ്രെയർ ഹാളാക്കാം, അതല്ലെങ്കിൽ ഓഫീസ് റൂം ആക്കാം. ഇത് ഏത് പർപ്പസിനും അനുയോജ്യമായിട്ടുള്ളൊരു സ്പേസ് ആണിത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരാം. വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സൈഡിലേക്ക് നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട്. അതായത് കിഴക്കോട്ട്, വടക്കോട്ട്, തെക്കോട്ട്, അങ്ങനെ 3 സൈഡിലേക്കും വ്യൂ ഉള്ള നല്ലൊരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇളംതിണ്ണ കൊടുത്തിട്ടുണ്ട്, അതും ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരങ്ങളോ രാവിലെയൊക്കെ വന്നിരിക്കുകയാണോ സ്പേസ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ചെടികൾ വെക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പാരപ്പറ്റിലേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്, ഗ്ലാസ് വന്നിട്ടുണ്ട്, സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ധാരാളം ചെടികൾ വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ കുറച്ചും കൂടി ഭംഗിയാവും. നല്ലൊരു വില്ല പ്രോജക്റ്റിൽ വരുന്ന മനോഹരമായിട്ടുള്ള വില്ലയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആലുവയ്ക്കടുത്ത് ചൂണ്ടിയിലെ വലിയൊരു വില്ല പ്രോജക്റ്റിനകത്ത് മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് 800 ലിങ്സ് വരുന്ന ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. ഇതിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മുടെ പക്കലുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും കളമശ്ശേരിക്കും എയർപോർട്ടിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.